ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഉച്ചത്തേക്കുള്ള ഊണിനുള്ള പരിപാടിയിലാണ് ഞാനും അമ്മ കേട്ടോ. കുറച്ച് മത്തനില കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ കർമൂസയുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് ഉച്ചയ്ക്ക് ഇതൊക്കെയാണ് കറി വെക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാൻ മത്തനില നന്നാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, അമ്മ ദേ കർമൂസേൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ഇവിടെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ചോറെല്ലാം നമ്മൾ രാവിലെ തന്നെ സെറ്റാക്കിയിട്ടുണ്ട്. ഏകദേശം ഒരു ഉച്ചയാവാൻ ഒരു 11-11:30 ഞങ്ങൾ കറി വെക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എനിക്കുള്ള പണി എന്ന് പറയുന്നത് ദേ ഈ ഇലയുടെ നാരെല്ലാം കളഞ്ഞു കൊടുക്കണം കേട്ടോ. മത്തനില എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്, ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇലകളോട് കൂടുതൽ ഇഷ്ടം ഏട്ടനാണ്. ഏട്ടൻ എന്ത് ഇല കിട്ടിയാലും കഴിക്കും ഗൈസ്. ഉപ്പേരി വെച്ച് കൊടുത്താൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അമ്മ ദേ വീട്ടിലൊക്കെ ഒന്ന് പോയി വന്നപ്പോൾ കുറച്ച് ഇലയും കർമൂസയൊക്കെ കൊണ്ടുവന്നതാണ്. അങ്ങനെ അമ്മേനോട് ഓരോ കഥയൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട്, പണികളും ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ അമ്മ കുക്ക് ചെയ്യാൻ വേണ്ടി നിന്നിട്ടുണ്ട്. എനിക്കുള്ള പരിപാടി എന്ന് പറയുന്നത് ഇങ്ങനെ ചെറിയ ചെറിയ ഞൊടുക്ക് പണികളെ ഉണ്ടാവുള്ളൂ കേട്ടോ. ഉള്ളി അരിഞ്ഞു കൊടുക്കുക, ഉള്ളിയുടെ തൊലി അരിയൽ അമ്മയായിരിക്കും, ഉള്ളിയുടെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞു കൊടുത്താൽ മതി. അങ്ങനെ വെളുത്തുള്ളി തൊലിച്ചുകൊണ്ടിരിക്കണം. നമുക്ക് വെളുത്തുള്ളി കർമൂസയ്ക്കും വേണം. ഇവിടെ കർമൂസ പപ്പായ എന്നൊക്കെ പറയൂ കേട്ടോ. എന്താണിത്, ഈ ഒരു സംഭവത്തിന് നമ്മളിവിടെ കർമൂസ എന്നാണ് പറയുക. കർമൂസ നന്നായി കുനുകുനാന്ന് എരിഞ്ഞിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ചേർത്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് 2 പച്ചമുളക് നമ്മൾ കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ചേർത്തിട്ട് കുക്കർ അടച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനി അങ്ങനെ വിസിലൊക്കെ വരട്ടെ. അപ്പോൾ അതിനുശേഷം അമ്മ ഇലയെല്ലാം കഴുകി വൃത്തിയാക്കുന്നുണ്ട്. എന്നിട്ട് അരിയൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഈ ഇല അരിയാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അമ്മ പറയുന്നത് എനിക്ക് സ്പീഡില്ല, ഞാൻ പെട്ടെന്ന് ചെയ്തോളൂ, നിന്നെ കാത്ത് നിന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് ചോറൂണൊക്കെ വൈകുന്നേരം ആവുമെന്ന് പറയും കേട്ടോ. അതൊക്കെ അമ്മ ചടപടയെന്ന് അങ്ങ് ചെയ്യും. അപ്പോഴത്തേക്കും ഏട്ടൻ വന്നത് വെറും കൈയോടെ അല്ല ഗായ്സ്, എനിക്കൊരു പണിയും കൊണ്ട് വന്നത് കണ്ടില്ലേ, നല്ല കോരമീൻ. പിന്നെ കുഴപ്പമില്ല, നമ്മൾ ഇന്ന് എന്തായാലും പച്ചക്കറിയാണ്, കർമൂസ ഇലയൊക്കെ ഉള്ളൂ. അപ്പോൾ ഒരു മീനും കൂടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വറുത്തിട്ടുണ്ടെങ്കിൽ പൊളിയാവും ഇന്നത്തെ ഊണ്. ആദ്യം വിചാരിച്ച് മീൻ കറി വെക്കാൻ കേട്ടോ. പിന്നെ വിചാരിച്ച് വേണ്ട, കുഞ്ഞുങ്ങൾക്കൊക്കെ വറുത്ത മീനിനോടാണ് കൂടുതൽ ഇഷ്ടം, അതുകൊണ്ട് എല്ലാം വറുത്തെടുക്കാന്ന് വിചാരിച്ചു. ചട്ടിയിൽ മീനങ്ങ് തട്ടിക്കൊടുത്തിട്ടുണ്ട്. ഈ പരിപാടി എൻ്റെതാണ് കേട്ടോ, മീൻ നന്നാക്കൽ പരിപാടി. സത്യം പറയുകയാണെങ്കിൽ കോരമീൻ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നന്നാക്കാൻ ഒട്ടും ഇഷ്ടമില്ല ഗൈസ്. കാരണം ഇതിൻ്റെ മുള്ള് ഭയങ്കര മൂർച്ചയാണ്, എങ്ങനെ നന്നാക്കുമ്പോഴും കയ്യിൽ ഒരെണ്ണെങ്കിലും കുത്തി കയറാണ്ട് ഇരിക്കാറില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ മീൻ നന്നാക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ. അമ്മയാണെങ്കിൽ നന്നാക്കുമായിരുന്നു, പക്ഷെ അമ്മ വേറൊരു പണിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു അമ്മനെ ഇനി ബുദ്ധിമുട്ടിക്കേണ്ട, ഞാൻ തന്നെ നന്നാക്കാന്ന് വിചാരിച്ചു. ഇവിടെ കുക്കറിൽ വിസിൽ വന്നിട്ടുണ്ടെങ്കിൽ കുക്കർ ഒന്ന് ഓഫാക്കുമെന്ന് പറയുന്നത്. ഞാനിവിടെ കുക്കറിന് വിസിൽ വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. എന്നൊരു ഒച്ച വരുന്നേ ഉള്ളൂ, പക്ഷേ ഫുള്ളായിട്ട് അങ്ങോട്ട് ഒച്ച വരുന്നില്ല കൈസ്. പിന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോഴത്തേക്ക് ദേ കുക്കറിൽ വിസിലങ്ങ് വന്നു. പിന്നെ ഞാൻ മീൻ നന്നാക്കാൻ വേണ്ടി നിന്നിട്ടോ. നല്ല മീനായിരുന്നു, എന്തായാലും ഒരു യുദ്ധത്തിനുള്ള പുറപ്പാട് പോലെയാണ് കേട്ടോ. കാരണം എൻ്റെ കൈ എന്തായാലും മുറിയും. ഈ മീൻ നന്നാക്കുമ്പോൾ മാത്രമേ ഈ ഒരു പ്രശ്നമുള്ളൂ കേട്ടോ. എങ്ങനെ നമ്മൾ ശ്രദ്ധിച്ച് നന്നാക്കിയിട്ടുണ്ടെങ്കിലും ഒരു മുള്ളെങ്കിലും കൊള്ളാതിരിക്കില്ല. അതെന്താറില്ല, കോരക്കിനോട് ഭയങ്കര ശത്രുത ഉണ്ട് തോന്നുന്നു. കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ എന്തോ ചെയ്തിട്ടുണ്ട്. അതുപോലെയാണ് കോരമീൻ നന്നാക്കുമ്പോൾ കേട്ടോ. പിന്നെ എന്ന് പറയുന്നത് മത്തിയോ അയിലേക്കാണ് ഞാൻ ചല്ലി പില്ലി എന്നിട്ട് നന്നാക്കിയാൻ കഴിയും, ചടപടേന്ന് കഴിയും. അങ്ങനെ മീൻ നന്നാക്കൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകാൻ കേട്ടോ. ഏട്ടനാണ് വീഡിയോ എടുത്തിരുന്നത്, എന്നെ കറക്റ്റ് ഫോക്കസ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ മീൻ നന്നാക്കുന്നത് തന്നെ കണ്ടുള്ള ആശാനെ എടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞു ചുമ്മാ ഒന്ന് വീഡിയോ ഒക്കെ ഒന്ന് എടുക്കുക, കുറച്ച് ക്ലിപ്സൊക്കെ ഒന്ന് എടുത്തുകൊണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ വന്നിട്ട് ഞാൻ മീൻ നന്നാക്കുന്നത് എൻ്റെ മുഖമൊക്കെ സൂം ചെയ്തെടുക്കുന്നത്. കുഴപ്പമില്ല, ഞാൻ പണിയൊക്കെ ഇടയ്ക്ക് ചെയ്യുന്നുണ്ടെന്നൊക്കെ എല്ലാവരും ഒന്ന് അറിഞ്ഞോട്ടെ. പല കൂട്ടുകാരും പറയലുണ്ട്, ഇതെന്താ ചേച്ചി ഒരു ജോലിയും ചെയ്യാറില്ല, അമ്മേനെയാണല്ലോ അധികം കാണുന്നത് ജോലി ചെയ്യുന്നതൊക്കെ. അതങ്ങനെയാണ്, സ്വന്തം അമ്മമാരുണ്ടെങ്കിൽ നമുക്ക് പണി കുറവായിരിക്കും. അവർ പറയും നിങ്ങൾ ചെയ്യേണ്ട, ഞങ്ങൾ ചെയ്തോളാം എന്നൊക്കെ അങ്ങനെ പറഞ്ഞാൽ അവർ നമ്മളെ കൂടെ ചെയ്യിപ്പിക്കാത്തത് കൈസ്, അതാണ് സത്യാവസ്ഥ. പിന്നെ എന്നോട് പറയും ഞാൻ ചെയ്യുന്നത് അമ്മേൻ്റെ അത്ര ഒരു ഫാസ്റ്റ് ഒന്നും ഉണ്ടല്ലോ, അമ്മയ്ക്ക് പെട്ടെന്ന് പണി തീരണം. അപ്പോൾ അമ്മ എന്നോട് പറയും നീ അത് ചെയ്യേണ്ട, നീ ചെയ്താൽ ശരിയായില്ല, പെട്ടെന്ന് ചെയ്യണമെങ്കിൽ ഞാൻ ചെയ്തോളാം, നീ നിൻ്റെ പണി നോക്കിക്കോന്ന് പറയും. അതാണ് സത്യാവസ്ഥ. പിന്നെ അതേ മത്തനിൽ നമ്മൾ ഉപ്പും അതുപോലെ തന്നെ വെളുത്തുള്ളിയും പച്ചമുളകും സവാള എല്ലാം അരിഞ്ഞിട്ട് ഒന്നിങ്ങനെ കുഴച്ചെടുത്ത് വെച്ചതാണ്. നമുക്ക് ചട്ടി ചൂടായിട്ടുണ്ടെങ്കിൽ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഇതങ്ങ് ഇട്ടിട്ടുണ്ടെങ്കിൽ സെറ്റ്. പിന്നെ കുറച്ച് വറ്റൽമുളകും എടുത്ത് വെച്ചിട്ടുണ്ട്, കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഉപ്പേരിക്കുള്ളതാണ്. ഏകദേശം ചട്ടി ചൂടായി വന്നപ്പോഴത്തേക്ക് നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി എണ്ണ ചൂടാവട്ടെ, എന്നിട്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ കർമൂസ കറിയല്ല വെക്കുന്നത്, നമ്മൾ കർമൂസയും തോരൻ പോലെ തന്നെ അങ്ങ് വറവിട്ട് എടുക്കുന്നേ ഉള്ളൂ കേട്ടോ, കറി പോലെ ഒന്നും വെക്കുന്നില്ല. ആദ്യം വിചാരിച്ച് താളിക്കാന്ന് വിചാരിച്ചു, പിന്നെ വിചാരിച്ച് വേണ്ട, കർമൂസ ഉപ്പേരിയൊക്കെ വെക്കുന്നതാണ് കൂടുതൽ എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ കർമൂസ ഉപ്പേരി പോലെ തന്നെ ഇരുന്നോട്ടെ, അങ്ങ് പെറുക്കി കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു. എൻ്റെ മീൻ നന്നാക്കൽ എവിടെ എത്തിയിട്ടില്ല ഗൈസ്, ഞാൻ നന്നാക്കി കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പം അമ്മ ചോദിക്കുന്നുണ്ട് മീൻ നന്നാക്കൽ ഇന്നെങ്ങാനും കഴിയുമെന്ന് കേട്ടോ. പിന്നെ ഞാൻ വളരെ പതുക്കെയാണ് നന്നാക്കുന്ന, വേറെ ഒന്നും കണ്ടല്ല, നമ്മൾ നന്നാക്കുന്ന കോരമീനാണല്ലോ. എണ്ണ ചൂടായി വന്നപ്പോഴത്തേക്കും കടുക് ഇട്ടിട്ട് ചടപടാ പൊട്ടാൻ തുടങ്ങിയിട്ട് ഇനി കുറച്ച് വറ്റൽമുളക് ഇട്ട് കൊടുക്കണം, കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. സിമ്പിൾ. പിന്നെ നമ്മൾ ആ കുഴച്ച് വെച്ച മത്തനയിലേ തന്നെ നമ്മൾ വെളുത്തുള്ളിയും സവാളെല്ലാം ഇട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്, ഉപ്പും പച്ചമുളകൊക്കെ ഇട്ട് കുഴച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതങ്ങ് തട്ടി കൊടുത്താൽ മതി. പിന്നെ അങ്ങ് നമ്മളൊന്ന് മൂടി വെച്ച് വേവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇല ആയതുകൊണ്ട് വേഗം വഴണ്ടങ്ങ് വന്നോളൂ കേട്ടോ. നമ്മൾ വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ലേ. പണ്ട് ഞാൻ ഉപ്പേരി വെക്കുമ്പോൾ ഈ വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ അമ്മേനെ വഴക്ക് പറയാറുണ്ട്
പറയാറുണ്ട്, എന്തിനാ ഈ വെള്ളമെല്ലാം ചേർക്കുന്നത്, നമ്മൾ ഉപ്പെന്നുള്ളത് ഉള്ളിൽ നിന്നുള്ള വെള്ളമൊക്കെ ഉണ്ടാവും, ഇലയെന്നൊക്കെ വെള്ളം ഇറങ്ങും, അതുകൊണ്ട് ഉപ്പേരി ഇലയൊന്നും വെക്കുമ്പോൾ അതിൽ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കരുത്, വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണം, നമുക്ക് വെറുതെ എണ്ണയിലിട്ട് വഴട്ടി അങ്ങ് എടുത്താൽ മതി എന്ന് പറഞ്ഞാൽ കേട്ടോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഞാൻ എന്താ പറയുക, ഉപ്പേരി അടുപ്പത്ത് വെച്ച് എൻ്റെ പാട്ടിന് പോയിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോകും വെള്ളം കൂടെ ഒഴിച്ചില്ലെങ്കിൽ. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുത്താൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. അതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ അതിൻ്റെ ഒരു രുചിയെല്ലാം പോകും കേട്ടോ. അങ്ങനെ നമ്മൾ ആ ഇതും കൂടെ തട്ടിക്കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതിന് നമുക്ക് അടച്ച് വെച്ചിട്ട് അങ്ങ് വേവിക്കുക, അതങ്ങ് പെട്ടെന്ന് വെന്ത് സെറ്റ് ആയിക്കോളും. എൻ്റെ മീന്നക്കൽ ഉണ്ടില്ലേ 3 എണ്ണ ആയിട്ടേ ഉള്ളൂ ഇവിടെ കേട്ടോ. ഞാൻ ഏട്ടനോട് പറയണ്ട, ഏട്ടാ ഈ എടുക്കല്ലേ എന്ന് പറയുന്നുണ്ട്. പിന്നെ അതെന്നെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോഴും 3 കോരയും നന്നാക്കി കഴിഞ്ഞിട്ടുള്ളൂ. അമ്മ അപ്പോഴത്തേക്ക് ഇലയെല്ലാം അരിഞ്ഞ് അവിടെ ഉപ്പേരി അടുപ്പത്തായി ഗൈസ്. പിന്നെ കർമൂസയ്ക്കുള്ള പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ പറയും എന്നെ സൂം ചെയ്ത് എടുക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എൻ്റെ അടുത്ത് വന്ന് വീഡിയോ എടുക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ കർമൂസ എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതും വറവിട്ടങ്ങ് എടുത്താൽ അതിന് വേണ്ടിയുള്ള കറിവേപ്പില, അതുപോലെ വറ്റൽമുളക്, ഇഞ്ചിയല്ല വെളുത്തുള്ളിയും സവാളയെല്ലാം ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് വറവിട്ടെടുക്കുക. അപ്പോൾ സെയിം ചട്ടി തന്നെ നമ്മൾ എന്താക്കിയിട്ടുണ്ട്, എണ്ണ ഒഴിച്ച് ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഉപ്പേരി റെഡി ആയിട്ട് ഒരു കുഞ്ഞു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല ഉപ്പേരിയാണ് കേട്ടോ. ഇവിടെ ഇല ഉപ്പേരി എന്ന് പറയുന്നത് ഏട്ടന് ഭയങ്കര ജീവനാണ്. അതായത് ചീര, മത്തനില, മുരിങ്ങയില, അങ്ങനെ എല്ലാം ഭയങ്കര ഇഷ്ടം. മിണുങ്ങയില, അങ്ങനത്തെ എന്ത് ഉപ്പേരിയാണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇലവർഗ്ഗങ്ങളും പച്ചക്കറിയോടാണ് ഏട്ടന് കൂടുതൽ ഇഷ്ടം. ഞാനും മക്കളാണെങ്കിൽ നേരെ തലതിരിച്ച് ഞങ്ങൾക്ക് മീനും ചിക്കനൊക്കെ വേണം കഴിച്ച് എന്താ ചെയ്യുക. പിന്നെ ഇതേ എണ്ണ ചൂടായപ്പോൾ കടുകെല്ലാം ഇട്ടുകൊടുത്ത് പൊട്ടിയിട്ടുണ്ട്. ഞാനിവിടെ മീൻ നന്നാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്, നമുക്ക് വറക്കാനാണല്ലോ. പിന്നെ നമ്മൾ വറ്റൽമുളകും വെളുത്തുള്ളിയും ചെറിയുള്ളി ഇല്ല സവാളയൊക്കെ ചതച്ചതെല്ലാം കൂടെ ഇട്ടുകൊടുത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക. അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് അതിലേക്ക് എന്താണ് ഈ കർമൂസയും കൂടെ വെന്തതങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും റെഡി. നമ്മൾ ഉപ്പേരി പോലെ അങ്ങ് ആക്കി എടുക്കുന്നേ ഉള്ളൂ, നമ്മൾ കറി പോലെ ആക്കുന്നില്ല കേട്ടോ. അങ്ങനെ അതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തപ്പോഴത്തേക്ക് നമ്മുടെ കർമൂസ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കർമൂസ ഉപ്പേരി, ഇഷ്ടമാണ് ചേനപ്പേരി ഇഷ്ടമാണ്. ഇവിടെ നമ്മുടെ വീട്ടിൽ ഉപ്പേരി ഇഷ്ടമല്ലാത്ത 2 ആൾക്കാരേ ഉള്ളൂ. ആരായിരിക്കും? നമ്മുടെ അപ്പും കുഞ്ഞുമാണ് കേട്ടോ. അപ്പു പിന്നെ നമ്മൾ സോപ്പിട്ടിട്ടുണ്ടെങ്കിൽ ഇച്ചിരിയൊക്കെ അവന് വാരി കൊടുത്താലൊക്കെ കഴിക്കും. ചോറിൻ്റെ കൂടെ കരയാണ്ട് അങ്ങ് കുഴച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ. നമ്മുടെ കുഞ്ഞുവാണെങ്കിൽ എങ്ങനെയെങ്കിലും തപ്പി പിടിച്ച് അത് തുപ്പി തരും. അതാണ് അവൻ്റെ അവസ്ഥ കേട്ടോ. അവൻ കഴിക്കില്ല. മീനൊക്കെ ആണെങ്കിൽ വറുത്ത് കൊടുക്കണം, കറിയിലിട്ട മീനൊക്കെ ആണെങ്കിൽ അവൻ കഴിക്കില്ല. അവൻ ഭയങ്കര കില്ലാടിയാണ്, അവനെല്ലാം മനസ്സിലാവും. പിന്നെ അതേ മീൻ വറക്കൽ പരിപാടിയിലേക്ക് കിടക്കുകയാണ്. നമ്മൾ മുളക് മഞ്ഞൾ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തപ്പോൾ അപ്പുണ്ണി പറഞ്ഞു അമ്മ ഞാനും കൂടെ ഒന്ന് ഉപ്പിടട്ടെ എന്നാണ്. പിന്നെ അവൻ്റെ ആഗ്രഹം എല്ലാം കൊടുത്തിട്ടോ. നമ്മുടെ അപ്പൂന് പൊതുവേ ഇഷ്ടമാണ് കേട്ടോ കുക്ക് ചെയ്യാനും, അതുപോലെ തന്നെ കുക്ക് ചെയ്യുമ്പോൾ നമ്മളെ സഹായിക്കാനൊക്കെ. ഇത് വലുപ്പത്തിലുണ്ടായെങ്കിൽ എനിക്ക് ഉപകാരമായിരുന്നു. ചെറുപ്പത്തിൽ പിന്നെ എല്ലാ കുട്ടികൾക്കും അതിനോടൊക്കെ താല്പര്യം ഉണ്ടാവില്ല, എനിക്കും ഉണ്ടായിരുന്നു. പക്ഷേ വലുതായപ്പോൾ ഭയങ്കര മടിയായിപ്പോയി ഗൈസ്. അപ്പോൾ വലുപ്പത്തിൽ കുഞ്ഞുങ്ങളൊക്കെ വലുതായിട്ടുണ്ടെങ്കിൽ നമ്മുടെ അപ്പുണ്ണിയൊക്കെ കുക്ക് ചെയ്യും, അടുക്കളേൻ്റെ അയലത്തേക്ക് വരുമെന്ന് പോലും നമുക്കറിയില്ല. പിന്നെ അത് മീനെല്ലാം കൂടെ നല്ലോണം മിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനൊന്നും സമയമില്ല, ഞങ്ങൾ നേരെ എടുത്ത് വറക്കാൻ വേണ്ടി പോകാൻ കേട്ടോ. പിന്നെ കറിവേപ്പില കുറച്ചുണ്ടാവില്ല, അതും കൂടെ അതിൻ്റെ മുകളിൽ ഒരു ഡിസൈൻ പോലെ അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് വറുത്തെടുക്കാം. അധികം സമയമൊന്നുമില്ല, കാരണം ഉച്ചയായി വിശപ്പിൻ്റെ വിളിയെല്ലാം വന്നു തുടങ്ങി. കുഞ്ഞു അതിനിടയ്ക്ക് 2-3 വട്ടം വന്നിട്ട് ചോദിച്ചു അമ്മ മീനായോ ചോദിക്കുന്നുണ്ട്. മീനായിട്ടുണ്ടെങ്കിൽ ചോറ് കഴിക്കുള്ളൂ അവൻ. പിന്നെ അതേ അതിൻ്റെ ഇടയിൽ ഞാൻ അയ്യോ എൻ്റെ മുഖമൊന്നും ഞാൻ കാണിച്ചില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഷോ ഒക്കെ ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അടുക്കളയിൽ ചില പാട്ടൊക്കെ കേട്ടിട്ടാണ് ഞാനിങ്ങനെ ജോലികളൊക്കെ ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പാട്ട് കേട്ടുകൊണ്ട് ജോലി ചെയ്യാൻ. അതാണ് ഒരു ഇളക്കം. ടി വിയിൽ നല്ല പാട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതേ പാൻ ചൂടായി എണ്ണ ഒഴിച്ചു. എണ്ണയും ചൂടായപ്പോൾ മീൻ വെച്ച് കൊടുക്കണം. മീൻ എന്താ അത്തപ്പൂക്കളം പോലെ വെക്കുന്നതെന്നായിരിക്കും എല്ലാവരും ചിന്തിക്കുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. സെൻറ്ററിൽ കണ്ടില്ല എണ്ണ നിൽക്കില്ല, എല്ലാം കൂടെ ഒരു മൂലയിൽ പോയിട്ട് വട്ടത്തിൽ അങ്ങനെ റൗണ്ടായി നിൽക്കും. അപ്പോൾ ഞാൻ അവിടെ മാത്രം ആദ്യം വെച്ച് കൊടുക്കുക. പിന്നെ സെൻറ്ററിലും വെച്ച് കൊടുക്കും, ഒരു 3 വെച്ച് കൊടുക്കും. എന്നിട്ട് അതിന് ശേഷം നമ്മൾ അവിടേക്ക് എണ്ണയൊക്കെ ഇങ്ങനെ ചുറ്റിച്ചുകൊണ്ടിരിക്കണം. പിന്നെയുള്ള പരിപാടി എന്ന് പറയുന്നത് ചുറ്റിക്കലാണ് കേട്ടോ. ഈ ഒരു പാനിൽ മീൻ വറുക്കുമ്പോൾ എപ്പോഴുള്ള പ്രശ്നമാണ്. ഇതാകുമ്പോൾ ഒറ്റടിക്ക് കഴിയുമല്ലോ, എല്ലാ മീനും അതിൽ സെറ്റായി അങ്ങ് കിടന്നോളും. ചെറിയ പാൻ എടുത്തിട്ടുണ്ടെങ്കിൽ 1-2 വട്ടം നമ്മൾ അവിടെ നിന്നോട് വറക്കേണ്ടി വരും. ഇതാകുമ്പോൾ ഒറ്റടിക്ക് കഴിയുമല്ലോ. എനിക്ക് ചെറിയ മടിയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വലുതന്നെ എടുത്തിട്ടോ. സെൻറ്റർ ഭാഗത്ത് എണ്ണ നന്നായിട്ട് കുറവുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ച് കുറച്ചുകൂടെ എണ്ണ അങ്ങ് ഒഴിച്ച് കൊടുക്കാൻ കേട്ടോ. അങ്ങനെ കുറച്ച് എണ്ണയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന മീനിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം മത്തി തന്നെയാണ് കേട്ടോ. മത്തിയും അതിൻ്റെ ഇണറ് മുട്ട എന്നൊക്കെ പറയില്ലേ, ആ സംഭവമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കോര ഇഷ്ടമാണ്, വറുത്ത ഇഷ്ടമാണ്. എനിക്ക് അയില മീനൊന്നും അങ്ങനെ വറുത്തിട്ടുണ്ടെങ്കിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് വലിയ ഇഷ്ടമല്ല കേട്ടോ. പിന്നെ അതേ കോരയാണെങ്കിൽ നമ്മുടെ കുഞ്ഞു അപ്പും കഴിക്കും, മത്തിയാണെങ്കിലും അവർ കഴിക്കും കേട്ടോ. നമ്മുടെ കുഞ്ഞിന് കറിയിൽ ഇട്ട മീൻ എങ്ങനെ ചോറിൽ നമ്മൾ കാണാണ്ട് ഒളിപ്പിച്ച് കൊടുത്താലും അവന് മനസ്സിലാവും, അവൻ തുപ്പുകയും ചെയ്യും കേട്ടോ. അതെന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ അതേ അടുക്കളയൊക്കെ ഏകദേശം നിരന്നിട്ടുണ്ട്. അടുക്കളയിൽ ഉച്ചത്തെ യുദ്ധം കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം എല്ലാം നല്ലോണം നിരന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതെല്ലാം നമുക്ക് ഒതുക്കി പെറുക്കി ഒന്ന് കഴുകി വൃത്തിയാക്കണം. അടുക്കള ക്ലീൻ ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ ഒരു സമാധാനം കിട്ടുള്ളൂ. അപ്പം ഞാൻ പറ്റുന്ന പോലെയൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഒതുക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഉപ്പേരിക്ക് വേണ്ടി എടുത്ത് ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ തൊലിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വാരിയിട്ട് അങ്ങ് കൊട്ടയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെയെന്ന് പറയുന്നത് നമ്മൾ മീൻ ഏകദേശം ആയിക്കൊണ്ടിരിക്കുകയാണ്, ഒരു വർഷം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അത് മറച്ചിട്ട് എല്ലാം സെറ്റാക്കിയത് മീൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചോറുണ്ടാകുമ്പോൾ ഒട്ടും സമയം കളയാനില്ല. ആദ്യം പോയി പായങ്ങ് വിരിച്ചു. പിന്നെ അതേ എല്ലാ വിഭവങ്ങളും കൊണ്ട് നിരത്തി കഴിച്ചു. നമ്മളെ മത്തനില ഉപ്പേരി, നമ്മളെ കർമൂസ് ഉപ്പേരി, പിന്നെ നമ്മളെ മീൻ ഫ്രൈ എല്ലാം സെറ്റാക്കി ചോറും വിളമ്പി പ്ലേറ്റ് കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പൂനോട് ഞാൻ പറഞ്ഞിട്ട് മോനെ ഇന്ന് നീ തന്നെ വാരി കഴിക്കണം, അമ്മ വിശന്ന് പണ്ടാരടങ്ങിയിരിക്കുകയാണെന്ന്. പിന്നെ നമ്മൾ നല്ല ചൂടുവെള്ളം കൊണ്ടുവച്ചിട്ടുണ്ട്. എന്തായാലും നല്ല തണുപ്പാണ്, നല്ല മഴയാണ്. ഇപ്പോൾ ചൂടുവെള്ളം കുടിച്ചേ പറ്റുള്ളൂ കേട്ടോ. നമുക്ക് പച്ചവെള്ളം ഒന്നും അടുത്ത് കൂടെ പോലും പോകാൻ പറ്റില്ല. അങ്ങനെ അപ്പൂന് ചെറിയൊരു ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ചു കൊടുത്തു. കുഞ്ഞുവിന് അമ്മ അവിടെ ചോറ് വാരി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ.
സ്വന്തം വാരി കഴിച്ചെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ അപ്പുണ്ണിയുടെ മുഖം വാരിട്ടോ. ഉപ്പേരിയും കൂടെ കണ്ടപ്പോൾ ശുഭം അവനൊന്നും വേണ്ട, അമ്മ എന്തിനാ എനിക്ക് ഈ ഉപ്പേരി, എനിക്കിതൊന്നും വേണ്ട, എനിക്ക് മീൻ ഫ്രൈ മാത്രം മതി എന്ന് പറഞ്ഞിട്ടോ. പിന്നെ ഞാൻ സോപ്പിട്ട് മോനെ സ്പൈഡർമാൻ ആവണ്ടേ, അയൺമാൻ ആവണ്ടേ, അതിനൊക്കെ ഇതൊക്കെ കഴിക്കണം മോനെ, കുറച്ച് കർമ്മൂസ ഉപ്പേരിയും കൂടെ കൊടുത്തിട്ടോ. സ്വന്തം കഴിച്ചെന്ന് പറഞ്ഞപ്പോൾ ഇത് കഴിക്കണോ വേണ്ടേ എന്നുള്ള ചിന്തയിലിരിക്കുകയാണ് നമ്മുടെ അപ്പുണ്ണി കേട്ടോ. പെറുക്കി ഇരിക്കുകയാണ്. പിന്നെ ഇനി ഇത് അവനെ കഴിപ്പിക്കണമെങ്കിൽ ഞാൻ എൻ്റെ പഠിച്ച പണി 18 എടുക്കണം ഗൈസ്. അങ്ങനെ അവനെ കൊണ്ട് ഒരുവിധമൊക്കെ പറഞ്ഞ് കഴിപ്പിക്കുന്നുണ്ട് ഞാൻ. പിന്നെ ഞാനും ചോറെടുത്തിട്ടുണ്ട്. ഏട്ടനെ വിളിക്കുന്നുണ്ട്, ഏട്ടാ ഒന്ന് വാ എനിക്ക് വിശന്നിട്ട് വയ്യാന്ന്. അങ്ങനെ ഏട്ടനും വന്നു കേട്ടോ. പിന്നെ ഇതേ കറികളെല്ലാം പാത്രത്തിൽ നിറച്ചിട്ടുണ്ട്. ഇനി എൻ്റെ വയറും കൂടെ നിറയ്ക്കട്ടെ. ഇന്നത്തെ വീഡിയോ വിശേഷം ഇത്രയുള്ള പുതിയ വീഡിയോ കാണാൻ ടാറ്റാ ബൈ ബൈ, സീ യു.